ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയ ടാൽബിസ് ഇബ്ലിസ് എന്ന ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. പ്രഗ്നന്റ് ആയ ഭാര്യനെയും കൊണ്ട് മൂവിയിലെ നായകൻ ഒരു പഴയ വീട്ടിലേക്ക് എത്തുവാണ്. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം പ്രഗ്നന്റ് ആയ നായികയ്ക്ക് സംഭവിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നായികന്റെ ആ കുഞ്ഞിനെ ചികിത്സാൻ സ്വന്തമാക്കാൻ ശ്രമിക്കുവാണ്. അങ്ങനെ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു അടിപൊളി ഹൊറർ മൂവിയാണിത്. അപ്പൊ ഈ സ്റ്റോറി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ ഇനി അധികം ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ സ്റ്റോറി നോക്കാം. 1990-ലാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രഗ്നന്റ് ആയ ഒരു ലേഡീനെ ഒരു വ്യക്തി ഒരുപാട് തല്ലുവാണ്. അങ്ങനെ തല്ലുന്ന സമയത്ത് അവൾ സ്റ്റെയറിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അങ്ങനെ നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നതുകൊണ്ട് തന്നെ ആ ലേഡിക്ക് അബോർഷൻ സംഭവിക്കുകയാണ്. അങ്ങനെ കുഞ്ഞു മരിച്ചുകൊണ്ട് അതിനെ പുറത്തെടുത്ത് ആ ലേഡി അവരുടെ കാമുകനും കൂടി അതിനൊരു സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിടുന്നു. എന്നാൽ കുഞ്ഞു മരിച്ചു പോയോണ്ട് ആ ലേഡിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കുഴിച്ചിട്ട് ആ കുഞ്ഞിനെ അവർ വീണ്ടും മാന്തിയെടുക്കുവാണ് പുറത്ത്. എന്നിട്ട് ആ കുഞ്ഞിന്റെ ബോഡി നേരെ ഒരു മന്ത്രവാദിന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുന്നു. ഈ സമയത്ത് ആ മന്ത്രവാദി അവരോട് എന്തൊക്കെയോ സംസാരിച്ച് എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടാക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായികനെ കാണിക്കുന്നു. നായിക ഇപ്പൊ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടെ എന്തോ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നായിക കാണുന്നു. അങ്ങനെ അവൾ ഞെട്ടുന്നു. ഇത് നായിക കണ്ടൊരു സ്വപ്നമായിരുന്നു. പ്രസന്റിൽ നായിക ഇപ്പോൾ അവളുടെ ഭർത്താവിനോടൊപ്പം ഒരു കാറിൽ അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് പോകുന്നത് അവിടെ അടുത്തുള്ള അവരുടെ ഒരു വീട്ടിലേക്കായിരുന്നു. നായിക ഇപ്പൊ പ്രഗ്നന്റ് ആണ്. നായികന്റെ പ്രസവം ആ വീട്ടിൽ വെച്ച് നടത്താൻ വേണ്ടിയാണ് ഇപ്പൊ അവർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ആ വീട്ടിലേക്ക് റീച്ച് ആവുന്ന സമയത്ത് ഒരു മൊട്ടത്തലയും വന്ന് വീടിന്റെ ഗേറ്റ് എല്ലാം തുറന്നു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും വീടിന്റെ അവിടേക്ക് ചെല്ലുവാണ്. വീടിന്റെ സൈഡിലായിട്ട് വലിയൊരു ആൽമരത്തുണ്ട്. നായിക ഇപ്പൊ അതിന്റെ ഫോട്ടോ എല്ലാം എടുക്കുന്ന സമയം പെട്ടെന്ന് എന്തോ ഒരു ജീവി അവിടെ നിന്ന് അങ്ങനെ ചാടി പോവുകയാണ്. ഇത് കണ്ട് നായിക ഒന്ന് ഞെട്ടുന്നു. ഇതേ സമയം തന്നെ ആ വീടിന്റെ ബാൽക്കണി നിന്നുകൊണ്ട് ആ വീടിന്റെ വേലക്കാരി നായികനെ വിളിക്കുവാണ്, അകത്തേക്ക് കയറി വരാൻ പറഞ്ഞിട്ട്. ഈ ലേഡി ആരാണെന്നറിയോ? മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു കുഞ്ഞു നഷ്ടമായ ലേഡീനെ പറ്റി പറയുന്നുണ്ടായിരുന്നില്ലേ, ആ ലേഡിയാണിത്. ഇവരുടെ പേര് നിഷ എന്നായിരുന്നു. അങ്ങനെ ഇപ്പൊ നിഷ വിളിച്ചോണ്ട് നായിക അകത്തേക്ക് കയറി ചെല്ലുവാണ്. ഇതേ സമയം തന്നെ അവളുടെ മുന്നിലൂടെ ഒരു പൂച്ച എങ്ങനെ ചാടി പോകുന്നു. അങ്ങനെ അതിനെയും കണ്ട് നായിക പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്. ഈ സമയത്ത് നിഷ അവളോട്, മേഡത്തിന് എന്താ പൂച്ചനെ പേടിയാണോ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതേന്ന് നായിക പറയുന്നു. അങ്ങനെ ആ സീഡോ കട്ടയെ അന്ന് രാത്രി ഒരു ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണിക്കുന്നു. നായികയും ഭർത്താവ് ഇവിടേക്ക് വന്നത് നായികന്റെ ഡെലിവറി നടത്താനാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഡെലിവറിക്ക് ശേഷം അവർക്ക് ആ കുഞ്ഞിനെ വേണ്ട, ഇവിടെ ഉപേക്ഷിച്ച് പോകാനാണ് അവരുടെ പ്ലാൻ. അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വന്നത്. അങ്ങനെ ഇപ്പൊ ഈ ഒരു കാര്യം അറിയുന്ന സമയത്ത് നിഷ അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ കുഞ്ഞിനെ വേണ്ടാത്തത്, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് എന്നൊക്കെ. നിഷ ചോദിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നായികയാണെങ്കിൽ ഒന്ന് റിപ്ലൈ കൊടുക്കാതെ അങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം നായകൻ പറയാണ്, ചെറുപ്പത്തിൽ തന്നെ ഇവളുടെ കൺമുമ്പിൽ വെച്ച് ഇവൾ മരിച്ചു പോയതാണ്. ആ ഒരു സമയം മുതലേ ഇവൾ ഈ ഒരു രീതിക്കേ പെരുമാറുള്ളൂ. അതായത് ഭയങ്കര സൈലന്റ് ആണ്. മേ ബി അന്നുണ്ടായ ഷോക്കും ഉണ്ടായിരിക്കാം. പിന്നെ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുന്നത് ആ കുഞ്ഞിന് എന്തൊക്കെയോ ഡിഫക്ട്സ് ഉണ്ടെന്ന് സ്കാനിങ്ങിൽ കണ്ടെത്തി, അതുകൊണ്ടാണെന്നൊക്കെ ഭർത്താവ് പറഞ്ഞു നിർത്തുവാണ്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന നിഷയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നു. കുറച്ചേരം കഴിഞ്ഞ് നമ്മുടെ നായികനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നിഷയാണെങ്കിൽ എന്തോ കാര്യം ചെയ്ത് അവളുടെ വയറ്റിൽ വളരുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് കണ്ടുപിടിക്കുന്നു. അതൊരു ആൺകുഞ്ഞായിരുന്നു. കുഞ്ഞിനെ കളയുന്നതിൽ നായികയ്ക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി നിഷയാണെങ്കിൽ അതിനെപ്പറ്റിയല്ല അവളോട് ചോദിക്കുന്നു. എന്നിട്ട് നിഷയാണെങ്കിൽ എന്തോ ഒരു മരുന്നുണ്ടാക്കി അവൾക്ക് കൊടുക്കുവാണ്, ഒരു ചുമന്ന കളറിലുള്ള മരുന്ന്. അതിനുശേഷം സങ്കടപ്പെട്ടിരിക്കുന്ന നായികനെയാണെങ്കിൽ നിഷ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നു. ഈ സമയത്ത് അവരുടെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം എന്തോ ഒരു കാര്യം അവർ മനസ്സിൽ ഉറപ്പിച്ചുവെന്ന്. അടുത്ത സീനിൽ നമ്മുടെ നായിക ആ വീട്ടിലുണ്ടായിരുന്ന ആ മൊട്ടത്തലയെ നിഷയുടെ മുറിയിലേക്ക് കയറി പോകുന്നതായിട്ട് കണ്ടിട്ട് അതെന്തിനാണെന്നറിയാൻ വേണ്ടി പുറകെ ചെല്ലുവാണ്. എന്നിട്ട് അകത്തെന്താ അവർ ചെയ്യുന്നതെന്ന് ഇങ്ങനെ പുറത്തുനിന്ന് നോക്കുന്നു. അവരുടെ പെരുമാറ്റെല്ലാം കാണുന്ന സമയത്ത് നായിക മനസ്സിലാക്കുവാണ് അവർ തമ്മിൽ എന്തോ അടുപ്പമുണ്ടെന്ന്. അങ്ങനെ നായിക അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് നായകന്റെ ഭർത്താവ് വരുന്നു. നീ എന്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുമെന്നും പറഞ്ഞ് നായകൻ അയാളുടെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് അയാൾ അകത്തേക്ക് നോക്കുന്ന അതേ സമയം തന്നെ പെട്ടെന്ന് ഒരു രൂപ അയാളുടെ മുന്നിലേക്ക് വരുന്നു. അതുകൊണ്ട് അയാൾ പേടിച്ച് ഭയന്ന് പെട്ടെന്ന് റൂമിലേക്ക് ഓടുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന നായകനെ നായികനെയാണ്. ഈ സമയത്ത് ഒരു കറുത്ത കൈ വന്ന് നായികന്റെ വയറ്റിൽ തൊടുന്നു. ചെകുത്താന്റെ കൈകളായിരുന്നു അത്. അങ്ങനെ ആരോ തന്നെ സ്പർശിക്കുന്ന പോലെ തോന്നിയിട്ട് നായിക ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുവാണ്. അപ്പൊ നായികയാണെങ്കിൽ ആരും കാണുന്നില്ല. എന്നാൽ ഈ ഒരു സംഭവത്തോടെ നായികന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു. ശേഷം നായിക ഉറക്കം നഷ്ടപ്പെട്ട് അങ്ങനെ അവിടെ കൂടി എഴുന്നേറ്റ് നടക്കുവാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് നമ്മുടെ നായികയാണെങ്കിൽ വീണ്ടും അത് ബെഡിൽ കിടക്കുന്നു. ഈ സമയത്ത് അവളുടെ മുന്നിലേക്ക് ഒരു വികൃത രൂപം വരുവാണ്. അതുകൊണ്ട് നായിക എല്ലാവരും വിളിക്കുന്ന സമയം അത് കേട്ട് ഭർത്താവ് എഴുന്നേക്കുന്നു. അങ്ങനെ ഭർത്താവ് അവളോട് ദേഷ്യപ്പെടുവാണ്, നീ ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അയാൾ ഉറങ്ങാൻ കിടക്കുന്നു. അങ്ങനെ അയാൾ വീണ്ടും മയങ്ങുന്നുണ്ടെങ്കിലും നായികയ്ക്കാണെങ്കിൽ ഉറങ്ങാനേ കഴിയുന്നില്ല. ഒരു ഭയത്തോടു കൂടി അവൾ എങ്ങനെയോ ആ രാത്രി വെളുപ്പിക്കുവാണ്. ഇപ്പൊ അടുത്ത ദിവസം രാവിലെ നിഷ ഇന്നലെ നായികയ്ക്ക് കൊടുത്ത പോലെ ആ റെഡ് കളർ ഡ്രിങ്ക് ഇല്ലേ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്, ഇന്നും അവളെ കൊണ്ട് കുടിപ്പിക്കാൻ വേണ്ടി. ഈ സമയത്ത് നിഷന്റെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് വലിയൊരു പൊള്ളല് കാണാം. എന്നത് ആരും കാണാതിരിക്കാൻ വേണ്ടി അവൾ പർദ്ദയില ഇട്ട് അത് മറച്ചിരിക്കുവാണ്. അപ്പൊ അതേപോലെ തന്നെയുള്ളൊരു പൊള്ളല് ആ വീട്ടിലുള്ള മുട്ടത്തലയിലുണ്ടായിരുന്നു. ഇപ്പൊ കിച്ചണിലേക്ക് ആകെ ടയർഡായി വരുന്ന നായികനോട് അവളെ ശ്രദ്ധിച്ച നിഷയാണെങ്കിൽ, ഇന്നലെ രാത്രി എന്താ നീ ഉറങ്ങിയില്ലേ, വല്ലാതെ ക്ഷീണം തോന്നിക്കുന്നില്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ഇന്നലെ രാത്രി എന്റെ ബ്രദറിനെ പറ്റിയുള്ള ഒരുപാട് ചിന്തകൾ എന്നെ മനസ്സിലേക്ക് വന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇത് കേട്ട നിഷ, നിന്റെ ബ്രദർ മരിച്ചു എന്നല്ലേ പറഞ്ഞേ, എങ്ങനെയാ മരിച്ചെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പൊ നായിക അതിനെ പറ്റി പറയാൻ തുടങ്ങുന്നു. നായികന്റെ അവളുടെ അനിയന്റെ ചെറുപ്പത്തില് അവളുടെ അമ്മ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ അമ്മ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അമ്മേന്റെ കൂടെ അവരും പോകുമായിരുന്നു അവിടേക്ക്. അങ്ങനെയൊക്കെ ഒരു ദിവസം ഓടിക്കളിക്കുന്നതിനിടയ്ക്ക് നായകന്റെ അനിയൻ അവിടുത്തെ വാട്ടർ ടാങ്കിൽ വീണ് മരിക്കുവാണ്.
കളിച്ചോണ്ടിരുന്നവന് പെട്ടെന്ന് എന്താണ് പറ്റിയതെന്നോ അവന് പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നോ ഒന്നും നായികയ്ക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ അന്ന് നടന്ന ഈ ഒരു കാര്യം നായികനെ വല്ലാതെ ഡൗൺ ആക്കി. ഇപ്പോഴും നായിക ആ വേദനയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് ടൈമില് നായിക ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് അവളുടെ അനിയന്റേതായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം നായിക നിഷേനോട് പറഞ്ഞു തീരുവാണ്. അപ്പൊ നിഷ നായികനെ സമാധാനിപ്പിച്ച് ഉണ്ടാക്കിയ ഡ്രിങ്ക്സ് അവളെ കൊണ്ട് കുടിപ്പിക്കുന്നു. ആ ഡ്രിങ്ക്സ് കുടിക്കുന്ന സമയത്ത് നായികന്റെ വയറ്റില് എന്തൊക്കെയോ റിയാക്ഷൻസ് ഉണ്ടാവുകയാണ്. അതായത് അകത്ത് കിടക്കുന്ന കുഞ്ഞ് ഒരുപാട് അനങ്ങുന്നതായിട്ടും വയറ്റിൽ കിടന്ന് ചവിട്ടുന്നൊക്കെ ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ കുറച്ചു നേരം നമ്മുടെ നായിക ഒന്ന് കിടക്കുന്നു. അത് കഴിഞ്ഞ് നായിക എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ആ വീടിന്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ആ വലിയ ആൽമരമില്ലേ, അതിന് ചുവട്ടിലായിട്ട് ആ നിഷ പോയി നിൽക്കുന്നത് അവള് കാണുന്നു. ഈ ലേഡി എന്തായിരിക്കും ചെയ്യുന്നതെന്ന് ഈ സമയത്ത് നായിക ആലോചിക്കുന്നുണ്ട്. എന്നാൽ അവൾ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല. അങ്ങനെ ആ സീനോടെ കട്ടായി അന്ന് രാത്രി നായിക അങ്ങനെ കിടന്നുറങ്ങുന്ന സമയം കുറെ കറുത്ത കൈകൾ വന്ന് അവളെ ബെഡിൽ നിന്ന് വെള്ളത്തിലേക്ക് തള്ളിയിടുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നു. ഈ സമയം അതേ വെള്ളത്തില് മരിച്ചുപോയ അവളുടെ അനിയന്റെ ബോഡിയും കാണുവാണ്. അങ്ങനെ അവൾ അനിയന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയം പെട്ടെന്ന് അവൾ ആ ബെഡിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അത് ഇത് നായിക കണ്ടൊരു സ്വപ്നമായിരുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായികന്റെ ഭർത്താവിനെ കാണിക്കുന്നു. അയാളിപ്പോ നായികന്റെ അമ്മേനെ വിളിച്ച് നിങ്ങൾ എനിക്ക് തരാന്ന് പറഞ്ഞ പണം എത്രയും വേഗം തരണം, ഇനി എനിക്ക് അധികം നാൾ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നു. അറ്റ് ദ സെയിം ടൈം ഈ കാര്യങ്ങളെല്ലാം നായിക കേൾക്കുന്നു. അങ്ങനെ നായിക പെട്ടെന്ന് അകത്തേക്ക് പോയി അയാളുടെ ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് അയാൾക്ക് കൊടുക്കുവാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പെട്ടെന്ന് ഈ ബാഗും സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങിക്കൊള്ളാൻ പറയുന്നു. ഇത് കേട്ട നായകൻ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ, നിന്നെ കല്യാണം കഴിച്ചത് തന്നെ നിന്റെ അമ്മ തരാന്ന് പറഞ്ഞ പണം ആഗ്രഹിച്ചിട്ടാണ്. ഇപ്പൊ നിന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞ് എന്റെ തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനെ അയാൾ സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം കൊണ്ട് നമ്മുടെ നായിക കാറുന്നു. ഈ സമയം അയാൾ ഒന്ന് വരണ്ടു പോവാണ്. അങ്ങനെ പെട്ടെന്ന് പെട്ടിയും കിടക്കയിലും എടുത്ത് അയാൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അവിടെ അടുത്ത് തന്നെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു മൊട്ടത്തലേന്റെ താമസം. പോവാന്ന് പറയാൻ വേണ്ടി ഇപ്പൊ നായകൻ അവിടെ കയറുന്നുണ്ട്. അപ്പൊ മൊട്ടത്തലേനെ അവിടെ കാണുന്നില്ല. പക്ഷെ അവന് പകരമായിട്ട് അവിടെ നിഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ നായകന്റെ കയ്യിൽ ബാഗെല്ലാം കണ്ടിട്ട് നിഷ നായകനോട് ചോദിക്കുവാണ്, നീ നിന്റെ ഭാര്യനെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോവാണോ എന്ന്, എനിക്ക് നീ അവളുടെ കൂടെ ജീവിക്കാൻ വയ്യ, ഞാൻ പോവാണെന്ന് പറയുന്ന അതേ സമയം തന്നെ ഇത് കേട്ട് നിഷയ്ക്ക് ദേഷ്യം വന്ന് നിഷയാണെങ്കിൽ ഒരു കമ്പി എടുത്ത് അയാളുടെ കഴുത്തിനെ കുത്തി ഇറക്കുന്നു. അങ്ങനെ നായകൻ സ്പോട്ട് ക്ലോസ്. ഇതേ സമയം ഈ കാഴ്ച കണ്ടുകൊണ്ട് ആ മൊട്ടത്തലേൻ അവിടേക്ക് വരുവാണ്. അങ്ങനെ ഇപ്പൊ നിഷേനോട് അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവനെ കൊന്നതെന്ന്, ഇവനെ സ്ത്രീകളോട് ഒരു ബഹുമാനവും ഇല്ല, അതുകൊണ്ട് ഇവനെ ഇങ്ങ് തീർത്ത് കളഞ്ഞെന്ന് ഈ സമയത്ത് നിഷ പറയുന്നു. അതിന് നിഷ നേരെ നായകന്റെ അടുത്തേക്ക് വരുന്നു. നായകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാല് ആകെ സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു നായിക. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതാലോചിച്ച് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് നിഷയാണെങ്കിൽ ഈ സമയം നായകനെ സമാധാനിപ്പിക്കുന്നു. ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം ആ മൊട്ടത്തലേൻ കാണുന്നുണ്ട്. അങ്ങനെ മൊട്ടത്തലേൻ കുറച്ചു നേരം കഴിഞ്ഞ് നിഷന്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തിനാ ഇവൾക്ക് ഇത്രയധികം കെയറിംഗ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് ആ പെണ്ണിന്റെ വയറ്റിലാണുള്ളത്, അതിനെ എത്രയും വേഗം നമ്മുടെ കൈകളിൽ കിട്ടണം. അടുത്ത സീനിൽ നായികന്റെ അമ്മ നായികനെ കോൾ ചെയ്യുന്നു. മോളെ നിന്റെ ഭർത്താവ് എന്തി, ഞാൻ അവന് കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാത്തതുകൊണ്ട് ഇന്നലെ വിളിച്ചപ്പോൾ അവൻ ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്, ഇന്നൊന്നും അവനെ വിളിച്ചിട്ട് അവൻ കോൾ എടുക്കുന്നില്ല. ഇത് കേട്ട നായിക ഇനി അയാളുടെ കാര്യം ചോദിച്ചിട്ട് തന്നെ വിളിക്കരുത്, അയാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, അയാൾ അവിടെ നിന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ഇതേ സമയം തന്നെ നായിക ഇരിക്കുന്ന ടേബിളിന് മുകളിലേക്ക് ആ വെള്ള പുച്ച ചാടി ഓടുവാണ്. അങ്ങനെ ഈ സമയത്ത് ഞെട്ടിപ്പോകുന്ന നായിക ഓ നാശം, ഇതിനെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറയുന്നു. കുറച്ചേരം കഴിഞ്ഞ് നമ്മുടെ നായികയാണെങ്കിൽ വെളിയിൽ നിന്ന് ആ പൂച്ചയുടെ കരച്ചിൽ കേൾക്കുന്നു. ചെന്ന് നോക്കുന്ന സമയത്ത് അത് അവിടെയുള്ള ആൽമരത്തിന് ചുവട്ടില് അങ്ങനെ ചത്തു കിടക്കുമായിരുന്നു. ആരോ അതിനെ അവിടെ കൊന്നിട്ടതാണ്. അങ്ങനെ ഇത് കണ്ട് നായികയ്ക്ക് എന്തോ പോലെയാവുന്നു. ഇതേ സമയം തന്നെ അവിടേക്ക് ഒരു കറുത്ത പട്ടി ഓടി വരുവാണ്. നായികന്റെ ഭർത്താവിന്റെ കൈ കടിച്ചു പിടിച്ചോണ്ടായിരുന്നു ആ പട്ടി അവിടേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാഴ്ച കൂടി കാണുന്ന സമയത്ത് നായികക്ക് വല്ലാതാവുന്നു. അങ്ങനെ തലകറങ്ങി അവൾ അവിടെ വീഴുന്നു. ഇതേ സമയം തന്നെ ഈ കാഴ്ച കണ്ടുകൊണ്ട് വീടിനകത്ത് നിന്ന് നിഷ പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവിടേക്ക് എത്തി അവൾ കാണുവാണ് ആ പൂച്ച അവിടെ ചത്തു കിടക്കുന്നത്. അങ്ങനെ ഈ കാഴ്ച കണ്ടതും നിഷയാണെങ്കിൽ ആൽമരത്തിനെ നോക്കി ചോദിക്കുവാണ്, നീ എന്തിനാ ഈ പൂച്ചനെ കൊന്നത്, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരുന്നില്ലേ എന്ന്. അവളെ ഈ സംസാരത്തിൽ നിന്ന് ഇതെല്ലാം ചെയ്യുന്നത് ചെകുത്താനാണ്, ആ ചെകുത്താൻ ഒളിഞ്ഞിരിക്കുന്നത് ഈ ആൽമരത്തിലാണെന്ന് മനസ്സിലാവുന്നു. അത് കഴിഞ്ഞ് മയങ്ങി വീണ നായികനെ ആ മൊട്ടത്തലേന്റെ ഹെൽപ്പോട് കൂടി നിഷാകത്തേക്ക് എത്തിക്കുവാണ്. അങ്ങനെ ആ സീനൊക്കെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായിക ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നു. ഇന്നലെ നടന്ന കാര്യങ്ങൾ കൊണ്ടെല്ലാം തന്നെ അവൾ ആകെ ടയേർഡായിരുന്നു. അങ്ങനെ ഇപ്പൊ എഴുന്നേറ്റ സമയത്ത് അവൾക്കാണെങ്കിൽ വയറ്റിൽ കുറച്ച് വേദന തോന്നുവാണ്. കുറച്ചേരം കഴിഞ്ഞതും വയറ്റിൽ നിന്ന് അവളുടെ ആ കുഞ്ഞ് ഒരുപാട് അനക്കങ്ങൾ ഉണ്ടാക്കുന്നു. കുറച്ചേരം കഴിഞ്ഞ് ആ കുഞ്ഞ് അവളുടെ വായിലൂടെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നായികനെ വല്ലാതെ ഞെട്ടിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ സിറ്റുവേഷൻ നോർമൽ ആവുന്നു. അതിന് നായിക നേരെ ഓടി അടുക്കളയിലുള്ള നിഷന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം ചോദിക്കുവാണ്. ഈ സമയത്ത് നിഷ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ നിഷേനെ ആരോ ഒരാൾ തല്ലുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, അത് അവളുടെ അച്ഛനായിരുന്നു. അങ്ങനെ തല്ലുന്ന സമയത്ത് അവൾ സ്റ്റെയറിൽ നിന്ന് വീണ് അവൾക്ക് അപോഷ സംഭവിച്ചു. അങ്ങനെ കുഞ്ഞു മരിച്ചുപോയി. അങ്ങനെ ആ ഒരു കാര്യത്തിൽ ദേഷ്യം വരുന്ന അവളും അവളുടെ ബോയ് ഫ്രണ്ടായ ഈ മൊട്ടത്തലേനും കൂടി അച്ഛനെ ആ വീട്ടിലിട്ട് കത്തിക്കുന്നു. ആ സമയത്താണ് നിഷേന്റെ കഴുത്തിലും ഈ മൊട്ടത്തലേന്റെ മുഖത്തും ആ പൊള്ളലേറ്റത്. അതിനുശേഷം പറയുവാണ്, ഈ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ആൽമരവില്ലേ, അതിലൊരു ചെകുത്താനുണ്ട്, ഞാൻ പലപ്പോഴും അതിന്റെ അടുത്ത് പോയി നിൽക്കുന്നതായിട്ട് നീ കണ്ടിട്ടുണ്ടാവും. അത് അതിന് വേണ്ട പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ആ പൂച്ചനെ കൊന്നത് ആ ചെകുത്താനാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് ഒരു എത്തും പിടിയും കിട്ടാതെ നായിക ആകെ ബ്ലാങ്കായി അവിടെ ഇരിക്കുന്നു. അതിനുശേഷം നിഷ എന്നും നായികയ്ക്ക് കൊടുക്കാറുള്ള ആ റെഡ് കളർ ഡ്രിങ്ക് ഉണ്ടല്ലോ, അതും കുടിക്കാൻ വേണ്ടി അവൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് മൊട്ടത്തലേനെയും കൂട്ടിക്കൊണ്ട് നിഷ അവിടെ നിന്ന് ഇറങ്ങുവാണ്. പോകുന്ന സമയത്ത് നായിക പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അവർ പുറത്തുനിന്ന് വീട് ക്ലോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ സമയത്ത് വീടിനകത്തുള്ള നായിക ഇങ്ങനെ ആലോചിക്കുവാണ്, ഈ ഡ്രിങ്ക്സ് കുടിക്കാൻ തുടങ്ങിയതോടെയാണ് തന്റെ വയറ്റില് തനിക്ക് അസ്വസ്ഥതയെല്ലാം ഫീൽ ചെയ്യാൻ തുടങ്ങിയത്, അതുകൊണ്ട് ഇന്നു മുതൽ ഇത് കുടിക്കുന്നില്ല. അങ്ങനെ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നായിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നായകന്റെ അടുത്തേക്ക് അവര് പറഞ്ഞ ചെകുത്താൻ എത്തുവാണ്. അങ്ങനെ ഇപ്പൊ
അത് നായികനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയം വേറെ നിവൃത്തിയില്ലാത്ത നായികയാണെങ്കിൽ അവളുടെ മുറിയിലേക്ക് ഓടി ചെന്ന് വാലടയ്ക്കുവാണ്. ഈ സമയത്ത് ആ മുറിയിൽ ഒരു വലിയ ബുക്ക് ഇരിക്കുന്നത് നായിക നോട്ട് ചെയ്യുന്നു. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നിഷന്റെ കുഞ്ഞ് മരിച്ചപ്പോൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളൊരു മന്ത്രവാദിന്റെ അടുത്ത് ചെല്ലുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ആ മന്ത്രവാദി കൊടുത്തൊരു ബുക്കായിരുന്നു ഇത്. കുറെ മന്ത്രങ്ങൾ അടങ്ങിയ ഒരു വലിയ ബുക്ക്. അങ്ങനെ ഈ ബുക്ക് കിട്ടിയത് നായിക അതെല്ലാം മറിച്ച് നോക്കുവാണ്. ഒരുപാട് ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇപ്പൊ അതെല്ലാം നോക്കിക്കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന തൊട്ടിലേക്ക് നോക്കുമ്പോൾ അതിൽ നിഷന്റെ മരിച്ചുപോയ കുട്ടി കിടക്കുന്നതായിട്ട് നായിക കാണുന്നു. അങ്ങനെ ആകെ ഭയന്ന് വിറച്ച് നായിക അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്ന അതേ സമയം തന്നെ ചെകുത്താൻ നായികനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിൽ പോയ മൊട്ടത്തലേന് നിഷയും തിരിച്ചു വരുവാണ്. അങ്ങനെ ചെകുത്താനെ കണ്ട ആകെ ഭയന്ന് വിറച്ച് നായിക ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ആ മൊട്ടത്തലേനാണെങ്കിൽ അവളെ ചെന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ആ വീടിന്റെ വാതിൽ തുറന്ന് പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന അയാൾ പറയുവാണ്. അങ്ങനെ ചാൻസ് കിട്ടിയെന്ന് നായിക അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇതേ സമയം തന്നെ ഈ കാഴ്ചയും കണ്ടോണ്ട് നിഷ അവിടേക്ക് വരുവാണ്. നീ എന്തായി ചെയ്തു കൂട്ടിയെന്ന് ചോദിച്ചുകൊണ്ട് നിഷയാണെങ്കിൽ മൊട്ടത്തലേനോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് അയാൾ ചെയ്ത ഈ കാര്യത്തിന് ദേഷ്യം വന്നിട്ട് ആ ലേഡി അയാളെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തി അയാൾ അവിടെ കെട്ടിയിടുന്നു. ഈ സമയത്താണ് അന്ന് നിഷ അവളുടെ കുഞ്ഞു മരിച്ചതിന് ശേഷം അതിനെ കുഴിയിൽ തോണ്ടിയെടുത്ത് ആ മന്ത്രവാദിന്റെ അടുത്തേക്ക് പോയതിനു ശേഷമുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നത്. ആ മന്ത്രവാദിന്റെ അടുത്തേക്ക് ആ കുഞ്ഞിനെ എത്തിച്ചതിന് ശേഷം ആ മന്ത്രവാദിയാണെങ്കിൽ നിഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് ചെയ്യുന്നു. അതിലെ ചെകുത്താനെ പ്രീതിപ്പെടുത്താനായിട്ട് അവൾക്ക് ആ വലിയ ബുക്ക് കൊടുത്ത് അതിലെ എന്തൊക്കെയോ മന്ത്രങ്ങളും ചൊല്ലിക്കുന്നു. എന്നാലും നിഷന്റെ കുഞ്ഞ് മരിച്ചുപോയി. ഇനി അതിന് ജീവൻ കിട്ടില്ല. പക്ഷെ അതിന്റെ ജീവൻ മറ്റൊരു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കയറ്റാൻ കഴിയും. അതിന് മറ്റൊരു സ്ത്രീ ഗർഭം ധരിക്കണം. നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കണം. ഇങ്ങനെ മന്ത്രവാദി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് മുതല് അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടാൻ വേണ്ടി നിഷ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ വന്നുപെട്ട ആളാണ് നമ്മുടെ നായിക. സോ ഇപ്പൊ നിഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെകുത്താനെ പ്രീതിപ്പെടുത്തി ചെകുത്താന്റെ കുഞ്ഞിനെ നായകന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിലേക്ക് ആവാഹിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നായകനെ മൊട്ടത്തലയൻ പറഞ്ഞയച്ചപ്പോ കാമുകനായ മൊട്ടത്തലയനോട് നിഷയ്ക്ക് അത്രയധികം ദേഷ്യം വന്നത്. എന്തായാലും ഇപ്പൊ നിഷ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. നേരെ പുറകെ പോയി അവളെ ഒരു സ്ഥലത്ത് വെച്ച് പിടികൂടുന്നു. എന്നിട്ട് അവളെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് പൂട്ടിയിട്ട് അതായത് ചങ്ങല കൊണ്ട് കൈയും കാലെല്ലാം ബന്ധിച്ച് ആ ബുക്ക് എടുത്താലും മന്ത്രങ്ങളെല്ലാം ചൊല്ലി ആ ചെകുത്താൻ അവളെ ശരീരത്തിലേക്ക് കയറ്റാൻ നോക്കുവാണ്. അങ്ങനെ അതിനൊടുവിൽ നായകന്റെ ശരീരത്തിലേക്ക് ആ ചെകുത്താൻ കയറുന്നു. അങ്ങനെ നിഷ ആഗ്രഹിച്ച പോലെ നായകന്റെ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ചെകുത്താൻ കയറുന്നു. അങ്ങനെ ചെകുത്താന്റെ കുഞ്ഞായിട്ട് അതങ്ങനെ പുറത്തു വരുവാണ്. അതായത് നായിക പ്രസവിക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് ഇനി നായികയ്ക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഒരു സസ്പെൻസിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി എൻഡ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവിയുടെ പല സിറ്റുവേഷനും ഇൻകംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പല ലോജിക്കൽ മിസ്റ്റേക്കും ഉണ്ടായിരുന്നു. സോ ഈ ഇന്തോനേഷ്യൻ ഹൊറർ മൂവി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.